ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറേ നാളായിരിക്കുന്നു. അപ്പം ഞാൻ കരുതി ഇന്ന് എനിക്ക് ചേട്ടൻ ബർത്ത്ഡേ ആനിവേഴ്സറി ഗിഫ്റ്റ് ഒന്നിച്ച് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വ്ളോഗാക്കാമെന്ന്. അതിനു മുമ്പ് നമുക്ക് ലാബിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് ബ്ലഡ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഗൈസ്. കുറച്ച് ദിവസമായിട്ട് നല്ല രീതിക്ക് തലകറക്കവും ക്ഷീണമൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് CBC നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയപ്പോഴെന്താ ബ്ലഡ് കുറവാണ്. മാത്രമല്ല കഴിഞ്ഞ വീക്ക് ഞങ്ങൾ ആലപ്പുഴ വാട്ടർഫോൾസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നന്നായിട്ട് കുളിച്ചങ്ങനെ ആർമാദിച്ച് എൻ്റെ ചെവിയുടെ എന്തൊക്കെയോ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ കുറച്ച് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. എന്തായാലും ബ്ലഡൊക്കെ കൊടുത്തിട്ട് ഇതാ നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ്. ആക്ച്വലി ഞാൻ ഈ ആനവണ്ടിയുടെ വീഡിയോ എടുത്തത് ഇതിന് നല്ല രീതിക്ക് പുക വരുന്നുണ്ടായിരുന്നു. നല്ല ബ്ലാക്ക് കളർ പുക. പക്ഷെ വീഡിയോയിൽ അത്ര വിസിബിൾ ആയിട്ട് തോന്നുന്നില്ല. ഞാൻ എൻ്റെ കൗതുകത്തിൻ്റെ പുറത്തൊരു വീഡിയോ എടുത്തതാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ എന്തായി കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഒരു സ്ഥലത്ത് കുത്തിയിട്ട് ബ്ലഡ് കിട്ടിയില്ല. കുറച്ച് ബ്ലഡേ കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടിയില്ല. അപ്പോൾ വീണ്ടും ഒരു കുത്തും കൂടി കിട്ടി. അങ്ങനെ 2 സ്ഥലത്ത് കുത്ത് കിട്ടി ഗൈസ്. ആക്ച്വലി എൻ്റെ മെയിൻ പ്രശ്നം ഇപ്പം അസുഖം വരുന്നതല്ല. എനിക്ക് ആകെപ്പാടെ എൻ്റെ ശരീരത്തിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു വെയിൻ വരുന്നത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണ്. വേറൊരു വെയിൻ എനിക്ക് കിട്ടാറില്ല. ബ്ലഡൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ആക്ച്വലി എനിക്കിപ്പം ബ്ലഡ് നോക്കാനേ പോവാൻ പേടിയാണ്. കാരണം എനിക്ക് ബ്ലഡ് കിട്ടാനില്ല ഗൈസ്. എന്നെപ്പോലെ ഇതുപോലത്തെ വിഷമം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ഗൈസ്. അങ്ങനെ ദാ നമ്മൾ ആലപ്പുഴ എത്തി. നമ്മൾ ആക്ച്വലി ആർ.ആൻഡ്.ബിയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. ഞാൻ ഇതുവരെ ആലപ്പുഴ ആർ.ആൻഡ്.ബി വന്നിട്ട് പോയിട്ടില്ലായിരുന്നു. പിന്നെയും നമ്മൾ സ്ഥിരം പോകുന്നത് സ്റ്റുഡിയോയിലാണ്. ആക്ച്വലി പിന്നെ പ്ലാനെല്ലാം മാറി മാറി നമ്മൾ ശങ്കരൻ പിന്നെയും ഓൺ ദ കോക്കനട്ട് ട്രീ ആയി ഗൈസ്. നമ്മൾ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് തന്നെയാണ് പോകുന്നത്. കുറേ നാളായി സ്റ്റുഡിയോയിൽ പോയിട്ട്. പിന്നെ ഞാൻ കുറേ ഇൻസ്റ്റ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയുടെ കുറേ സമ്മർ കളക്ഷൻസ് ഒക്കെ. അപ്പം ഞാൻ കരുതി എന്നാൽ സ്റ്റുഡിയോയിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ദാ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ആദ്യം നമുക്ക് മെൻസ് കളക്ഷൻ നോക്കാമെന്ന് കരുതി. ചേട്ടനൊരു ഷർട്ട് നോക്കാമെന്ന് കരുതി. വന്ന് കയറിയപ്പോഴേ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ചേട്ടനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് അത് ആദ്യം എടുത്തു. പിന്നെ ഒരുപാട് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടന് എനിക്ക് പൊതുവേ ടീഷർട്ട് ഇട്ട് കാണുന്നതാണ് ഇഷ്ടം. അങ്ങനെ കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ ചേട്ടൻ പറയുന്നു ചേട്ടന് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന്. പിന്നെ അവിടെ നമ്മളൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ട്രയലിന് പോകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ദാ നമ്മുടെ സെക്ഷനിലേക്ക് വന്നു. അപ്പം എനിക്ക് ആദ്യം എൻ്റെ കണ്ണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സ്ലീവ്ലെസ് ആണ്. അപ്പോൾ ചേട്ടൻ പറയുന്നു സ്ലീവ്ലെസ് ഒക്കെ നീ ഇടുവോ? ചുമ്മാ അത് വാങ്ങിക്കത്തേ ഉള്ളൂ. അങ്ങനെ അതവിടെ വെച്ചു. പിന്നെ ദേ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ എനിക്ക് ലൈറ്റ് കളേഴ്സ് ചേരാത്ത പോലെ എനിക്കൊരു ഫീലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് എടുത്തില്ല. റീസെൻ്റ്ലി ഞാൻ സ്റ്റുഡിയോന്ന് തന്നെ എടുത്തൊരു വൈറ്റ് ഡ്രസ്സ് പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് അവിടെ വെച്ചു. പിന്നെ എനിക്കിപ്പോൾ എൻ്റെ കണ്ണുകൾ കൂടുതലും പോകുന്നത് സ്ലീവ്ലെസ്സിലേക്കാണ്. ഞാൻ അധികം സ്ലീവ്ലെസ് ഇടാറേ ഇല്ല. പക്ഷെ എനിക്ക് എന്തോ ഇപ്പം ഇടാനൊരു ആഗ്രഹം. പക്ഷെ അത് എടുത്തില്ല. നെക്സ്റ്റ് ദാ ഇതൊരെണ്ണം എടുത്തു. ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഹക്കോബ പോലത്തെ മെറ്റീരിയലാണ്. അപ്പോൾ എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ എടുത്തു. അപ്പോൾ ദാ അടുത്തതും ഇഷ്ടപ്പെട്ടത് ഒരു ഗ്രീനാണ്. ചേട്ടൻ എനിക്ക് 2 ഡ്രസ്സാണ് ഗൈസ് ഓഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഗ്രീനാണ്. അങ്ങനെ ദാ ഞാൻ ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. ആദ്യം ഇത് ട്രൈ ചെയ്തു. ഇതെനിക്ക് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്തു. ഞാൻ എടുത്ത സൈസ് സ്മോൾ ആണ്. അപ്പോൾ ഞാൻ കരുതി മീഡിയം എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇങ്ങനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് എന്തോ എനിക്ക് എടുക്കണ്ടാന്ന് തോന്നി. ഞാൻ ഇത് എടുത്തില്ല. പിന്നെ ഞാൻ ഒരു ഡ്രസ്സും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗായ്സ്. അതും എനിക്കിപ്പോൾ ഈ ഒരു ഡ്രസ് മോഡൽ കൈൻഡ് ഓഫ് ഇടാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനും വീണ്ടും സെലക്ട് ചെയ്ത ഈ ഡ്രസ്സാണ്. ഇത് ആക്ച്വലി എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേട്ടനെ കാണിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതെടുത്തോ നിനക്ക് ചേരുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ ആ 2 ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ ചേട്ടൻ്റെ ഊഴാണ്. അപ്പോൾ ചേട്ടൻ ദാ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ചുമ്മാ നിന്നപ്പോൾ കുറച്ചൊരു ഷോ ഓഫ് ആയിക്കോട്ടെ എന്ന് കരുതി. ദാ ചേട്ടന് ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. ചേട്ടനും ആക്ച്വലി ഇഷ്ടപ്പെട്ടു. കൊള്ളാം അല്ലേ ഗൈസ്? എനിക്കിപ്പോൾ കൂടുതലും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സാണ് ഇഷ്ടം. അപ്പം ഞാൻ അവിടെ ചുമ്മാ ഇങ്ങനെ നിന്നപ്പം ഇതൊരു സീരിയൽ ആക്ടർ അതുവഴി പോകുന്നത് കണ്ടു. പിന്നെ അവിടേക്ക് ഇങ്ങനെ നിന്നപ്പോൾ ചേട്ടൻ ദാ സെക്കൻഡ് ഡ്രസ്സ് ട്രയൽ ചെയ്തിട്ട് വന്നു. ഇത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചേട്ടന് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മൾ എടുത്തില്ല. മറ്റേത് മതി എന്നാണ് ചേട്ടൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഷർട്ട് മാത്രമേ ചേട്ടൻ എടുത്തുള്ളൂ. എനിക്ക് 2 ഡ്രസ്സ് കിട്ടി ഗൈസ്. പിന്നെ നമ്മളിവിടെ വന്നതല്ലേ കുറച്ച് ഫുഡ് വെയർ കളക്ഷൻസും കൂടി നോക്കാമെന്ന് കരുതി. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് സ്റ്റിൽ ഞാൻ ഇതിന് മുമ്പ് ലാസ്റ്റ് വാങ്ങിച്ചത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് പോലുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി എല്ലാ സെക്ഷനൊക്കെ നോക്കി അവിടുന്ന് ബില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി ഗൈസ്.
ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിലൊക്കെ റീൽസ് കാണുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഡ്രസ്സിലൊക്കെ കാണുന്നത്. പക്ഷെ ഇവിടെ അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. മീൻസ് റീൽസ് കണ്ടതുകൊണ്ട് ഇവിടെ കളക്ഷൻ ഇല്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരിക്കും. അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്, നമ്മൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ചായ കുടിക്കാന്ന് കരുതിയിട്ടാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും. ആലപ്പുഴയിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. മീൻസ് സ്കൂള് ഓപ്പൺ ആവുന്ന ടൈം ആയതുകൊണ്ടായിരിക്കും, അതെന്തോ ഒരു ആക്സിഡന്റോ എന്തോ സംഭവമായിരുന്നു. അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറേ നേരം നമ്മൾ ബ്ലോക്കിൽ കിടന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല രീതിക്ക് തലകറക്കം, തലവേദന, അങ്ങനെ എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, "നിന്നെ സന്തോഷിപ്പിക്കാൻ ഇപ്പൊ എന്താ വേണ്ടത്?" അപ്പോൾ ഞാൻ പറഞ്ഞു, "ചേട്ടൻ എന്നെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ കൊണ്ടോ, അല്ലെങ്കിൽ വല്ല ചെടിക്കടയിലും കൊണ്ടോ." അത് സത്യം കേട്ടോ. ഞാൻ ഈ ടെക്സ്റ്റൈൽസിലെ സ്റ്റുഡിയോയിലൊക്കെ കയറിയപ്പോൾ എൻ്റെ അസുഖങ്ങളെല്ലാം മറന്നുപോയി ഗൈസ്. എവിടെ പോയി എന്നറിയില്ല. എല്ലാം ഏതോ വഴിക്ക് പോയി. പക്ഷെ വീടെത്താറാകുമ്പോൾ വീണ്ടും എൻ്റെ അസുഖങ്ങൾ പൊങ്ങി വരാറുണ്ട്. അത് നല്ല വല്ലാത്തൊരു അസുഖമാണല്ലേ ഗൈസ്. അങ്ങനെ നമ്മള് നമ്മുടെ അമ്പലപ്പുഴ എത്തി. നമ്മൾ ഇതുവരെ ചായ കുടിച്ചില്ല. ഓൾറെഡി എനിക്ക് ഈ ചായ കുടിച്ചില്ലെങ്കിലൊക്കെ തലവേദന വരാറുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥിരം വരുന്ന നമ്മുടെ സ്വന്തം ആര്യാസിൽ വന്നു. ഇത് ചായയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെന്താണ്, 2 ഉഴുന്നുവടയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചായയും ഉഴുന്നുവടയും അവിടുന്ന് കുടിച്ചു. അതിന് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത്. ചെറിയൊരു ക്ലിനിക്കാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഡോക്ടറുണ്ട് അവിടെ. അപ്പോൾ ഡോക്ടറെ നമ്മുടെ റിസൾട്ടും കൂടി കാണിച്ചിട്ട് പോകാമെന്ന് കരുതി. റിസൾട്ട് എന്തായാലും ഒരു ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആര്യാസിൽ നിന്ന് വടയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു വാട്സപ്പ് ചെയ്ത് കൊടുക്കാം, റിസൾട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് വാട്സപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു. ഡോക്ടർക്ക് അവർ അയച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ടൊരു ബ്ലഡ് കുറവുണ്ട്, അതുകൊണ്ട് അയൺ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി, എനിക്ക് ലാസ്റ്റ് ടൈം ഡോക്ടർ തന്ന മരുന്ന് എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. കാരണം എനിക്ക് നല്ല രീതിക്ക് എണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥ. തലകറക്കത്തിൻ്റെ മരുന്നായിരുന്നു, അത് ഹൈ ഡോസ് ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവിടെ ഉള്ള ഡോക്ടറെ കണ്ടിട്ട്, അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഡോസ് കുറച്ച് കഴിച്ച് ഹാഫ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വൈകിട്ടാണ് പോയത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റർഡേ സൺഡേ എന്നെ ഒന്നിനും വിളിക്കാൻ പാടില്ല, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടെന്ന്. അപ്പം ഞാൻ ഒന്നിനും വിളിച്ചില്ല. സാറ്റർഡേ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ഡ്രസ്സ് നോക്കാമെന്ന്. സൺഡേ ആയപ്പോൾ ചേട്ടൻ്റെ സ്പെക്സിൻ്റെ എന്തോ സംഭവം താഴെ പോയി. അത് നമ്മൾ ലെൻസ് കാർട്ടിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ലെൻസ് കാർട്ട് ഓപ്പൺ എന്ന് അറിഞ്ഞിട്ട് സൺഡേ വീണ്ടും ആലപ്പുഴയ്ക്ക് പോയി. അതിന് മുമ്പ് നമുക്ക് അമ്പലപ്പുഴയിൽ നിന്ന് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് അത് നമ്മൾ അമ്പലപ്പുഴ നോക്കിയിട്ട് പോവാന്ന് കരുതി. അപ്പോൾ അമ്പലപ്പുഴ വന്നപ്പോൾ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നില്ല ഗൈസ്. നമ്മൾ ഈ ക്ലിനിക്കിലാട്ടോ പോകുന്നത്, യൂറീക്ക ക്ലിനിക്ക്. ഈ നേരെ കാണുന്നതാണ് അമ്പലപ്പുഴ അമ്പലം കേട്ടോ. ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു, ഒരു ഷോപ്പും സൺഡേ ആയതുകൊണ്ട് ഓപ്പൺ ആയിരുന്നില്ല. അത് നേരെ അമ്പലപ്പുഴ അമ്പലം കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു കാർ കണ്ടു കേട്ടോ. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്, ഇങ്ങനെ ഡാർക്ക് കളേഴ്സ് ഒക്കെ നമ്മുടെ കാറിന് അടിക്കണം എന്ന്. അപ്പം എനിക്ക് ചേട്ടാ നമുക്ക് ഈ കളർ അടിച്ചാലോ എന്ന് കരുതിയിട്ട് ചേട്ടനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ കരുതി നിങ്ങളെയും കൂടി കാണിക്കാന്ന്. അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴയിലും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ലെൻസ് കാർട്ട് എത്തി. ലെൻസ് കാർട്ട് എത്തിയപ്പോൾ എന്താ, സൺഡേ ആയതുകൊണ്ട് അവിടെ ടെക്നീഷ്യൻ ഇല്ല. നമ്മൾ പോയി സ്പീഡിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പക്ഷെ എന്ത് ചെയ്യാനൊക്കും, നെക്സ്റ്റ് ഡേ വരാനാണ് അവർ പറഞ്ഞത്. പക്ഷെ നെക്സ്റ്റ് ഡേ ചേട്ടന് വർക്ക് ഉണ്ട്. അപ്പം നമ്മൾ കരുതി വേറെ എവിടെയെങ്കിലും നോക്കാം. അതിൻ്റെ ഇളകിപ്പോയ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടി. നമ്മുടെ അമ്പലപ്പുഴ എവിടെയെങ്കിലും കൊടുക്കാമെന്ന് കരുതി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഗൈസ് നമ്മുടെ ചേട്ടൻ പഠിച്ച സ്കൂൾ, കാർമൽ സ്കൂൾ ആലപ്പുഴ. ഇവിടെ എത്തിയപ്പോൾ ചേട്ടന് ചില നൊസ്റ്റാലജിയൊക്കെ വന്നു. അത് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം കേട്ടോ. സ്കൂളിൽ കയറണം. എൻ്റെ 10ാം ക്ലാസ്സാ, 10ാം ക്ലാസ് 10th. ടെൻത്തിലൊരു കൂട്ടമുണ്ട്, പറയണോ അത്? ചേട്ടൻ ബ്ലഷിങ്. ചേട്ടന്റെ ചിരി കേട്ടപ്പോഴേ നിങ്ങൾക്ക് സംഭവം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഹിമാലയ ബേക്കറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ചേട്ടന് വെജ് സമൂസ, കട്ട്ലേറ്റ്, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് വേണമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് ദിവസമായിട്ട് പേസ്ട്രി കഴിക്കാൻ ഒരാഗ്രഹം. അപ്പോൾ എനിക്ക് പേസ്ട്രിയും നോക്കാം, ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കാമെന്ന് കരുതി ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വെറൈറ്റി സംഭവങ്ങളൊക്കെ, ചോക്ലേറ്റ് അച്ചപ്പമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഞാൻ എനിക്കൊരു പേസ്ട്രി വാങ്ങിച്ചു. എനിക്ക് ആക്ച്വലി ചോക്ലേറ്റ് ഫ്ലേവറിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ബട്ടർ സ്കോച്ച് പേസ്ട്രി വാങ്ങിച്ചു. ചേട്ടൻ ചേട്ടൻ്റെ സംഭവങ്ങളും വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. തിരിച്ചു പോവും വഴി മിസ്റ്റർ ഡായി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചില്ലേ ഗൈസ് മിസ്റ്റർ ഡായി. അപ്പോൾ എനിക്കൊരാഗ്രഹം പെട്ടെന്ന് മിസ്റ്റർ ഡായിൽ ഒന്ന് കയറി കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കണം എന്ന്. ആക്ച്വലി എനിക്ക് വീട്ടിൽ ഹോം ഡെക്കർ ഐറ്റംസ് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പോകുന്നത്. ഒരുപാട് റീൽസ് കണ്ടു, പക്ഷേ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ ആലപ്പുഴയിൽ ഒരുപാട് ബ്രാൻഡ് ഓപ്പൺ ആയിട്ടുണ്ട്. മിസ്റ്റർ ഡായി, ഓണ്ട്, മാക്സ് ഇതൊക്കെ ഒരു ലൈനിൽ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റൈൽ യൂണിയൻ ഒക്കെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നത്. അവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല. ജസ്റ്റ് നമ്മൾ മിസ്റ്റർ ഡായിൽ ഒന്ന് കയറി. എന്തായാലും നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ കുറേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ കണ്ടു. നമുക്കിപ്പോൾ സോഫ്റ്റ് ടോയ്സിന്റെ ആവശ്യമില്ലല്ലോ. ജസ്റ്റ് എന്നാലും നമ്മൾ നോക്കി. പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ നോക്കി. നമ്മുടെ വീട്ടിലെ 2 ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നോക്കിയത്. പക്ഷെ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഷോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദാ ഈ ഒരു സംഭവം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ചേട്ടന് കാർ വാഷിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം നോക്കണമായിരുന്നു. അതവിടെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ദാ ഈ ഒരു സംഭവം നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കറിയത്തില്ലായിരുന്നു ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് സംഭവങ്ങൾ ഇവിടെ ഉള്ള കാര്യം. നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു ബൾക്ക് പർച്ചേസ് നടത്തുന്നതായിരിക്കും. പിന്നെ നമ്മൾ കുറേ കാറിൻ്റെ ആക്സസറീസ്, ഷാംപൂ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ കോക്കോ ഉണ്ട് കേട്ടോ. കോക്കോയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താം. കോക്കോയ്ക്ക് വേണ്ട കുറേ സംഭവങ്ങൾ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പോട്ട്സ് കാര്യങ്ങൾ, ഹോം ഡെക്കർ ഐറ്റംസ് ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെന്താണ് ബെഡ്ഷീറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എനിക്ക് ക്യാപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ക്യാപ്പൊക്കെ വെച്ച് നോക്കി. പക്ഷേ എനിക്കെന്തോ ചേരാത്ത പോലത്തെ ഫീല് തോന്നി. അങ്ങനെ ഞാൻ വച്ച സ്പീഡിൽ തന്നെ അത് തിരിച്ചൂരി വെച്ചു. പിന്നെന്താണ് ചേട്ടനും കുറച്ച് ക്യാപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്യാപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി പിള്ളേരൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പായിരിക്കും ഇത്. കാരണം ഒരുപാട് ടോയ്സ് തന്നെ ഉണ്ട് ഇവിടെ. നല്ല വെറൈറ്റി കളക്ഷൻ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. നല്ല രീതിക്ക് പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. മാത്രമല്ല നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും ആണെന്ന് തോന്നി. ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ കയറിയത് കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസ് നോക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ നോക്കി നോക്കി വേറെ വേറെ ഐറ്റംസിലേക്കാണ് ഞങ്ങളുടെ കണ്ണുകൾ പോയത്. പിന്നെ നമ്മുടെ കാറിന് വേണ്ടിയിട്ടുള്ള കുഷ്യൻസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റമും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഇവിടെ എന്നും ഇങ്ങനെ തിരക്ക് കാണാം. പക്ഷെ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടി. അതാണ് ഇവിടെ ജസ്റ്റ് കയറിയത്. കയറിയപ്പോഴല്ല ഇവിടെ ഇത്രയും ആൾ വരാനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലായത്. എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ റേറ്റിന് നല്ല ഡിഫറൻസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങി. മെയിൻലി നമ്മളിവിടെ കയറിയത് തന്നെ ഹോം ഡെക്കർ ഐറ്റംസ് നോക്കാനായിരുന്നല്ലോ. അപ്പം നമ്മൾ കരുതി ഹോം ഡെക്കർ നോക്കാമെന്ന് കരുതി ദാ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങി ഹോം ഡെക്കറിൻ്റെ അടുത്ത് എത്തിയപ്പം ആഹാ നമ്മൾ വിചാരിച്ച ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ പെയറില്ലാത്ത പോലെ തോന്നി. നമുക്ക് കുറച്ച് ഗ്ലാസ് ജാർസ് ഒക്കെ വേണമായിരുന്നു. പക്ഷെ അതിൻ്റെ പെയറൊന്നും കണ്ടിട്ടില്ല. ഗ്ലാസ് വേറെ ഒരെണ്ണം ഒരു പീസൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് കൂടുതലും കണ്ടത്. അങ്ങനെ ചേട്ടൻ ഒരു സ്ഥലത്തുനിന്ന് നോക്കി നോക്കി ഒരെണ്ണത്തിൻ്റെ രണ്ടെണ്ണം കിട്ടി. അങ്ങനെ ദാ നമ്മൾ എടുക്കാനൊക്കെ വെച്ചിരുന്നപ്പോഴാണ് ആ ഗ്ലാസ് ജാറും പൊക്കിക്കൊണ്ട് വേറൊരു ചേച്ചി അങ്ങ് പോയി. നമ്മൾ ആക്ച്വലി എടുത്തു വെച്ച സംഭവമാണ്. പക്ഷേ അത് അവരെടുത്തുകൊണ്ട് പോയി ഗൈസ്. അങ്ങനെ നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല. ഒരു സിംഗിളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ ഒരു തോന്നിയില്ല. ദാ നമ്മൾ ഈ 2 ഗ്ലാസ് ജാറായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എടുത്ത് വെച്ച സ്ഥലത്തുനിന്ന് അവരെടുത്തോണ്ട് പോയി. വേറെ ഏതോ ഒരു കസ്റ്റമർ വന്ന് എടുത്തോണ്ട് പോയി. പിന്നെ നമ്മൾ അതൊന്നും അവിടുന്ന് എടുത്തില്ല. നമ്മൾ വിചാരിക്കാത്ത എന്തൊക്കെയോ ഐറ്റംസ് അവിടുന്ന് വാങ്ങിച്ചിട്ട് ദാ നമ്മൾ ഇറങ്ങി. ഇനി എന്തായാലും അവിടെ വേറെ കളക്ഷൻസ് ഒക്കെ ഉടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു സംഭവം നമ്മൾ എടുത്തതാണ്. അത് ബില്ല് ചെയ്യുമ്പോൾ ഇപ്പം അവിടുത്തെ അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ അതിൻ്റെ മിസ്സായി. അങ്ങനെ അതിൻ്റെ പേരില്ലാത്തതുകൊണ്ട് നമ്മൾ അതും എടുത്തില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ദാ തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുന്ന വഴി നമുക്ക് കുറച്ച് ഐറ്റംസ് വീട്ടിലേക്ക് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ദാ വീട്ടിലെത്തി. വീട്ടിൽ വന്ന് നമ്മൾ ചായ കുടിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഐറ്റംസ് ഒക്കെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ബൈ ബൈ. താങ്ക് യു.